ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫാമിലി വ്ളോഗാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കേട്ടോ. അപ്പോൾ ആദുബാബിയാണ് അച്ചാച്ചനെ രാവിലെ തന്നെ ശല്യം ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു വീക്കിൽ നടക്കണ ഓരോ കാര്യങ്ങളും ഇതൊക്കെയാണ് കുട്ടിയായിട്ടായിട്ട് എടുത്തത്. കംപ്ലീറ്റ് ആയിട്ട് ഇത് ഞാൻ ഒരു ഡേയുടെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു മിനി ഡേ ഇൻ മൈ ലൈഫായിട്ട് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇത് ആദുബാബിയായിട്ട് കുറച്ച് നേരം കളിപ്പിക്കലും കാര്യങ്ങളും, പിന്നെ വാവുക്കുട്ടിയാണെങ്കിൽ അവിടെ ഇരിക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതേ ആദ്യമാണെങ്കിൽ ഫ്ലവറൊക്കെ പൊട്ടിച്ച് എനിക്ക് തന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കുറച്ച് വേഷം കിട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ അതേ വാവുക്കുട്ടീനെ അച്ഛനോട് 2 മിനിറ്റ് നോക്കാൻ പറഞ്ഞിട്ട് വേറെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ എന്താ പറയുക, ഇന്ന് എനിക്കൊരു കൊളാബ് ഷൂട്ട് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോസിൽ മിക്കതും ഓരോ കൊളാബറേഷൻ്റെ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് ചോദിച്ചു കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവില്ല, കുറച്ച് കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക, പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരാൾ വാവേനെടുക്കും, മൂത്താളെ വേറെ ഒരാൾ ഇതെടുക്കും, പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൊളാബ് പോവും. അങ്ങനെ ഒരു എന്താ പറയുക, ടോട്ടൽ റോളർ കോസ്റ്റർ ലൈഫൊക്കെ കേട്ടോ ഇവിടെ നടക്കുന്നേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല ചൂട് പുട്ടും പിന്നെ നല്ല ചെനക്കടലയുടെ ഗ്രേവിയുള്ള കറി കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും കുറുകിയിട്ട് കഴിച്ചപ്പോൾ നല്ല യമ്മിയായിരുന്നു. ഞാനെപ്പോഴും ഒരു ടൈം ഔട്ട് ഓഫ് ഫുഡൊക്കെ കഴിച്ച് വരുന്ന സമയത്ത് പിന്നെ ആദുബാബിയാണെങ്കിൽ അവിടെ തുമ്പിയും മറ്റേതും മറിച്ചതും ഓരോന്നിങ്ങനെ കാട്ടി കൊടുക്കലും. കാക്ക ഫാനാണ്, അതിന് കാക്കേനെ ഭയങ്കര ഇഷ്ടമാണ്, തുമ്പീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഓരോന്ന് ഞങ്ങൾക്ക് കാട്ടിത്തരലും അതൊക്കെയാണ് അവൻ്റെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരെ കുളിപ്പിച്ച് സെറ്റ് ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ കൊളാബിന് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ ഫൈനൽ സിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഫൈനൽ സിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇനി ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഭയങ്കര പെയിൻഫുള്ളോ കാര്യങ്ങളായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എനിക്കാണെങ്കിൽ കുറേ മിസ്കൺസെപ്ഷനും അതുപോലെ തന്നെ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. ലേസർ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടുമോ, പിന്നെ ലേസർ ചെയ്ത മുഖം പൊള്ളിപ്പോവോ, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാട്ടോ. ഞാനാണെങ്കിൽ മിക്കപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ ഇവളെൻ്റെ കൂടെ ഒപ്പത്തിനിട്ട് സംസാരിക്കും കേട്ടോ. അപ്പം അതാണ് നിങ്ങളിപ്പോൾ വോയിസിൻ്റെ ഇടയിൽ കേൾക്കണ്ടായിരുന്നേ. എൻജേഡി ഞാൻ ഇവളാണെങ്കിൽ അപ്പം ഇവൾക്കാണെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇവളുടെ പേര് ലവ്വി എന്നാട്ടോ ഇട്ടേക്കണേ. കാര്യം ഇവൾക്ക് എല്ലാവരും സ്നേഹം വേണം. അപ്പം ഞാൻ ലവ്വി എന്ന് വിളിക്കുമ്പോൾ ചിരി കാണണം കേട്ടോ. അപ്പം ലവ്വിയാണെങ്കിൽ ഇപ്പം ഇവിടെ ക്യൂട്ട്നെസ് വാരിക്കോരി എറിഞ്ഞുകൊണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ ഷോർട്സിൽ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇവളുടെ അവിടുത്തെ കാട്ടായി കാണുമ്പോൾ ചിരി വരാം കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ നമ്മളുടെ ഗ്ലോ ഹെവൻ, തൃശ്ശൂരിലെ ഗ്ലോ ഹെവനിലാട്ടോ പോയി ചെയ്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു ഇതുപോലെ തന്നെ കൊളാബ് ഷൂട്ടിന് വേണ്ടിയിട്ട് കുറേ ഡ്രസ്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ എനിക്ക് കുറച്ചധികം ഡ്രസ്സസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ സെലക്ട് ചെയ്തതിനേക്കാട്ടും കൂടുതൽ ഇതൊക്കെ ഫുള്ള് മെറ്റേണിറ്റി ഡ്രസ്സസും അതുപോലെ തന്നെ ഫീഡിങ് അല്ലാത്തതും ഒക്കെ ഭയങ്കര എന്താ പറയുക, നല്ല ക്വാളിറ്റിയും നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇട്ട് നടക്കാൻ പറ്റാവുന്ന കേട്ടോ. അപ്പോൾ അതെന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായത്, കുറേ ഡ്രസ്സും കാര്യങ്ങളും. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജോബ് കോർപ്പറേറ്റ് ജോബാണോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ചെയ്യുന്ന ജോബാണോ അതോ കണ്ടൻറ് ക്രിയേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സറിഞ്ഞ് പറയും കണ്ടൻറ് ക്രിയേഷൻ ഈസ് വൺ ഓഫ് മൈ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഓബിയസ്ലി കണ്ടൻറ് ക്രിയേഷനാണ്. എനിക്ക് അതിൽ ചെയ്യുന്ന സന്തോഷം വേറെ. അതെനിക്ക് പീസ് ഓഫ് മൈൻഡ് വേണ്ട കേട്ടോ. മൈൻഡ് ഭയങ്കര പീസ്ഫുള്ളായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ കണ്ടൻറ് ക്രിയേഷനാണ്. ഞാനപ്പോൾ ചില സമയത്തേക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഞാൻ ഓരോ കണ്ടൻസൊക്കെ, ചില സമയത്ത് വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിള്ളേർ അവിടെ ഓളിട്ടും വഴക്കും അങ്ങനെ അവനാണെങ്കിൽ ഇവനെ ഉപദ്രവിക്കലൊക്കെ കാണുമ്പോൾ തന്നെ ചില സമയത്ത് അയ്യോ
വീഡിയോസ് ഒന്നും എടുക്കാൻ തോന്നാറില്ല. പക്ഷേ നല്ല മൂഡായിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചധികം വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആദുബാബിക്കും വാൾക്കുട്ടിക്കും കിട്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ ഈ കുട്ടി ഡ്രസ്സുകൾ നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ പേജിൽ നിന്നൊക്കെ മേടിക്കാം കേട്ടോ. കാരണം അത്രയും നല്ല അടിപൊളി എന്താ പറയുക മെറ്റീരിയലാണ്. പിന്നെ എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആട്ടോ. ഇതാണെങ്കിൽ റീസണബിൾ പ്രൈസിലാണ് അവർ ഇത് തിരുപ്പൂരിൽ നിന്നുള്ള ഒരു ഇൻബ വെയേഴ്സ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാട്ടോ. അവരാണെങ്കിൽ നല്ല അവർക്കാണ് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റും അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് അവർ സെല് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബേബിച്ചിക്കാണെങ്കിൽ അല്ലെങ്കിൽ ലവ്വിക്കാണെങ്കിൽ ഇപ്പോൾ ഇടാൻ പറ്റില്ല, ഇത്രയും കൂടി വലിയ സൈസസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ നമുക്ക് ആദൂനാണ് ബുക്സും കാര്യങ്ങളൊക്കെ, ഇതും ഒരു കൊളാബായിരുന്നു. അപ്പോൾ ആദൂന് ഇതേ വായിക്കാൻ വേണ്ടിയിട്ട് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അവൻ ഓരോന്ന് വായിച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ മാങ്ങയും അതും മറിച്ചതും ഇതൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ നാച്ചുറൽ സലൂൺ കൊടുങ്ങല്ലൂർ ഉള്ള ബ്രാഞ്ച് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവാട്ടോ. അപ്പം നമ്മളാണെങ്കിൽ ആദുബാബിയും ലവ്യു ഇവിടെ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിട്ട്. എന്തേടി നീ എന്തുട്ടാ പറയാലോ, ലവ്വിക്ക് എന്താണ് പറയാലോ അവരോട്? അമ്മയുടെ വീഡിയോസ് എല്ലാവരും കാണാ. ഇപ്പോൾ വീഡിയോ കണ്ടു കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെല്ലാവരും കൂടി പോയോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോയിട്ടാണെങ്കിൽ അവിടെ എന്താ പറയുക, ഞാൻ കുറേ സലൂൺസിൽ ഞാൻ പോയിട്ടുണ്ട്. അതായത് ഓരോരുത്തരുടെ പെരുമാറ്റത്തിനെ കുറിച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്. എല്ലാ സലൂൺസിൽ പോയവരൊക്കെ സർവീസസ് സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഹൈ പ്രൊഫഷണലായിട്ട്. ഇപ്പോൾ ഹെയർ കളറ് ടോണി ആൻഡ് ഗൈൽ ചെയ്താണ്, അതാണെങ്കിൽ അടിപൊളിയായിട്ട് ഹെയർ കളറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ കുറേ സലൂൺസിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ സലൂണിൽ പോയിട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചി പിങ്ക് കളർ, ഞാൻ ആ ചേച്ചിയുടെ കൂടുതൽ വീഡിയോസ് ഒന്നും അത് തിരക്കായതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ ആ ചേച്ചിയുടെ പെരുമാറ്റം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ്, ഞാനിപ്പോൾ ടോണി ആൻഡ് ഗൈൽ പോയിട്ട് അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും ഞാനൊരു ബ്രൈഡൽ മേക്കറിലൊക്കെ പോയി അവരൊക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഈ ചേച്ചീനെ ഞാൻ വന്നപ്പോൾ തൊട്ടിട്ട് എൻ്റെ അമ്മോ അപ്പോൾ എൻ്റെ വരെ നമ്മളുടെ ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചേച്ചി പോലെ ആയിരുന്നു കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് അമ്മ പഠിപ്പിച്ച സ്റ്റുഡൻസ് ആട്ടെ ഈ 2 പേര്, ആ ആൻറ്റിയും. അപ്പോൾ ഇവരാണ് അവിടുത്തെ ഓണേഴ്സ്, ഈ എന്താ പറയുക നാച്ചുറൽസ് കൊടുങ്ങല്ലൂരിൻ്റെ ഓണേഴ്സ് അവരാട്ടോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് അവരെ കാണുന്നത്. അപ്പോൾ ആ പിള്ളേർക്കാണെങ്കിൽ ഞാനിവിടെ വരണ കാര്യം അവർക്ക് അറിയില്ല, കാരണം ഇവർ സ്റ്റാഫ്സ് ആയിരുന്നു എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയി. കുറേ നേരം സംസാരിച്ചു, പണ്ടത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ദേ ഈ ചേച്ചി കേട്ടോ, ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എന്ത് നല്ല പെരുമാറ്റാന്നറിയോ. എൻ്റെ വാകുട്ടീനെ ഫുൾ ടൈം ആ ചേച്ചി എടുത്ത് കൊഞ്ചിക്കല. ആ ചേച്ചി എന്ന് പറഞ്ഞാൽ 28 വയസ്സായിട്ടുള്ളൂ. ആ ചേച്ചിക്കും 2 കുട്ടികളൊക്കെ ഉണ്ട്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ഹെയർ കട്ട് ചെയ്ത് ആ കുട്ടിയാണെങ്കിൽ അത് എൻ്റെ സെയിം ഏജ് ആളാണെങ്കിൽ അടിപൊളിയായിട്ട് അമ്മ കുറേ നാൾക്ക് ശേഷം ഇത്രയും ഞാൻ സന്തോഷിച്ച് കണ്ടിട്ട് എനിക്ക് മനസ്സ് നിറഞ്ഞു. അത് കണ്ടിട്ട് അമ്മയ്ക്ക് എന്താ പറയുക, അമ്മ കുറേ ചെറുപ്പമായ പോലെ ഒരു ഫീലും എനിക്ക് സന്തോഷമായിട്ടോ. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ട്രീറ്റ്മെൻറ്റ്സ് സ്പായും അതുപോലെ തന്നെ ഫേസിലൊക്കെ ചെയ്തുന്ന ആ കുട്ടിയും നല്ല ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ എല്ലായിടത്തും ഇഷ്ടമായി. അതായത് നമ്മളുടെ അടുത്ത് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഞാൻ ഈ നമ്മുടെ ടോണി ആൻഡ് ഗൈൽ നമ്മുടെ വേറൊരു സ്ഥലത്തും പോയപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അവർ നമ്മളെ അതുപോലെ ഒരു സിസ്റ്റർ ലൈക്ക് വൈബായിരുന്നു. ഇവിടെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആ ചേച്ചി എൻ്റെ അമ്മ എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ, അത്രയും നല്ലതായിരുന്നു കേട്ടോ. ഇവരൊക്കെ എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പറൊക്കെ പോലെ ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണു, ബ്യൂട്ടി ടിപ്സ് ഷെയർ ചെയ്യണു, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒപ്പീനിയൻസ് പറയാം, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക, അതൊക്കെ ഒരു സന്തോഷമാട്ടോ. ഞാൻ എന്താ പറയുക, അവരിപ്പോൾ എൻ്റെ ഷൂട്ട് ചെയ്യണ സമയത്താണെങ്കിലും ചില സമയത്താണെങ്കിൽ ഞാനാണെങ്കിൽ എനിക്ക് എന്താ പറയുക ഇങ്ങനെ ഷൂട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിക്കും. ഇത് ഞാൻ ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ഒരാളുടെ അടുത്ത് ഞാൻ പറയുന്ന പോലെയാണ് ഞാൻ പറഞ്ഞത്. ഇതേ നമ്മൾ ഇവിടെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും കംഫർട്ടബിൾ ആയിരുന്നു. ഹെയർ കട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാൾക്ക് ശേഷമായിട്ടോ ലെയർ കട്ട് ചെയ്യുന്നത്, അതും ലെങ്ത്ത് കുറയ്ക്കാണ്ടാട്ടോ ആൾ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. കുറേ നാൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു 3-4 അതുള്ള സമയത്തായിരിക്കും, ഞാൻ ജസ്റ്റ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഞാൻ ഒരു ലെയർ, അത് ചെറിയ
കുട്ടി ലെയറാണ് വെട്ടിയത്. ബട്ട് ഇതുപോലെ ഞാൻ ശരിക്കുള്ള പ്രോപ്പർ ലെയർ ബോട്ടം ലെയേഴ്സ് അടിച്ചത് ഇപ്പോഴാണ്. ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക ലെയർ അടിച്ചാൽ മുടി കേളി ആവണേ കേളി ആവട്ടെ, എന്തിനാണ് ഇപ്പോൾ കുറേ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇപ്പോൾ വല്ല കാര്യത്തിൽ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ട നമുക്ക്. അപ്പോൾ അങ്ങനെ ലെയർ ജസ്റ്റ് ഒന്ന് അടിച്ചു, ലെങ്ത്തൊന്നും ആളൊന്നും ഒട്ടും കുറച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഭയങ്കര ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ 2-3 days ആയിട്ടേക്ക് ഭയങ്കര ഹെയർ ഫോൾ ആയിരുന്നു. പോസ്റ്റ് പാർട്ടം ഹെയർ ഫോൾ, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഇവിടെ നന്നായിട്ട് ചെയ്യണോണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാൽഷ്യം അതും ഇതും ബോഡിയിൽ തന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ നല്ല ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഹെയർ വെട്ടണോണ്ട് ഒന്നാമത് എനിക്കാണെങ്കിൽ ഹെയർ കുറേ നീളത്തിൽ കുറേ മുടി കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും. മിക്ക ആൾക്കാർക്കും അറിയാം ഈ കുറേ ലെങ്ത് ഉള്ളവർക്ക്. അപ്പോൾ ഈ കുറേ ലെങ്ത് ഉള്ളവർ ഇങ്ങനെ ഷോർട്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക മുടി കൊഴിയണമ്പോൾ ഷോർട്ടായിട്ട് ഇങ്ങനെ കൊഴിയുമ്പോൾ നമുക്ക് ആ കൊഴിയണേൻ്റെ ഒരു ഇത് വിഷമം നമുക്ക് ഇത്തിരി കുറയും. എൻ്റെ പേഴ്സണൽ ഇതാട്ടോ. നിങ്ങൾക്കും കുറേ പേര് ഇങ്ങനെ പറയണേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേ എനിക്കാണെങ്കിൽ ഹെയർ കട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ടാണ് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഹെയറിലാണെങ്കിലും അമ്മയുടെ ടേണിങ് അമ്മ മൈക്കിൾ ജാക്സിയുടെ പോലെ ഒരു ടേണിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ അമ്മ. അപ്പോൾ എന്താ പറയുക ഹെയർ കട്ട് വാഷ് ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും.